നിങ്ങൾക്ക് ഏകദേശം യൂട്യൂബേഴ്സിന് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും. യൂട്യൂബിൻ്റെ ഒരു വാർണിംഗ് നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്കറിയാം, കൂടുതൽ ആൾക്കാർക്കും ലൈവിൻ്റെ അകത്ത് ലൈവുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനാണ് വന്നേക്കുന്നത്. ലൈവിൻ്റെ അകത്ത് ഒരു എറർ കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് നമുക്ക് ലൈവ് പോകാത്ത ആൾക്കാർക്ക് പോലും ലൈവിൻ്റെ അകത്ത് നമുക്ക് ലൈവ് പോകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ തൊട്ട് മുകളിൽ കൂടെ റൗണ്ടിൽ ഒരു റെഡ് കളറുണ്ടാകും. പിന്നെ അവിടെ ലൈവ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അല്ലേ, നിങ്ങൾ എല്ലാവർക്കും അറിയാം. ലൈവ് പോകുന്ന ആൾക്കാർക്ക് നമ്മുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ അവിടെ റെഡ് കളറിലുണ്ടാകും, പിന്നെ ലൈവ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ ലൈവ് പോകാത്ത ആൾക്കാർക്ക് ഈ ഒരു ഓപ്ഷൻ അവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ലൈവിൻ്റെ സമയത്ത്, അതായത് ലൈവ് കട്ടാക്കിയിട്ട് നമ്മൾ ലൈവ് കട്ടാക്കിയിട്ട് പോന്നു കഴിഞ്ഞാലും പിന്നെ 1-2 മണിക്കൂർ ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ജപ്പാനിലാണ് ഈ ഒരു പ്രശ്നം വന്നിട്ട് കൂടുതൽ ആൾക്കാർ യൂട്യൂബിനെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കുറേ പേർ നമ്മളോട് കോൺടാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ലൈവ് കട്ടാക്കിയിട്ടും എൻ്റെ ലൈവ് അവിടെ ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താണ് സംഭവം എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് വന്നേക്കുന്നത്. അപ്പോൾ ആരും വരിയിടാണ്ട്. ഒരുപാട് പേര് നമുക്ക് വാട്സപ്പിൽ ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം രാവിലെ തന്നെ ഇങ്ങനെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു നമ്മൾ പറയാൻ വന്നത്. ഓക്കെ.